പഴയകാല ക്ഷേത്ര നിർമ്മിതികൾ പ്രൗഢഗംഭീരമായി ഇന്നും നിലകൊള്ളുന്നു. സാങ്കേതിക വിദ്യകൾ ഇത്രത്തോളം പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്ത് നിർമ്മിക്കപ്പെട്ട അത്തരം ക്ഷേത്രങ്ങൾ നമ്മെ അതിശയിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് പ്രസിദ്ധമായ കൊല്ലം ശ്രീ പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രം. സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ സാക്ഷാൽ ജഗദംബിക ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് പരിലസിക്കുന്ന ക്ഷേത്രസ്ഥാനമത്രേ കൊല്ലം ശ്രീ പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രം. ദാരികാസുരനെ വധിക്കാൻ ശംഭുവിന്റെ തൃക്കണ്ണിൽ നിന്നും പിറവികൊണ്ട അവതാരമാണ് കാളി. ഭദ്രകാളി എന്ന പേരിൽ കേരളീയർ ആരാധിച്ചു വരുന്നത് ദാരികനെ നിഗ്രഹിച്ച കാളിയെ. മഹാകാളിക്ക് കാളി, താര, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗാല, മാതങ്കി, കമല, ചാമുണ്ഡി എന്നിങ്ങനെ 10 രൂപങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം. സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ ജഗദംബികയാണ് പിഷാരിക്കാവിലമ്മ. ഭുവനേശ്വരി ഭവാനി. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ കൊല്ലം ടൗണിൽ ദേശീയപാതയുടെ സമീപത്താണ് ശ്രീ പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രം കുടികൊള്ളുന്നത്. പഴയ കേരളത്തിലെ സമ്പന്നരായ വൈശ്യന്മാർ സ്ഥാപിച്ചതാണ് ഈ ഭദ്രകാളി ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ക്ഷേത്രോൽപത്തിയിലേക്ക് വെളിച്ചം വീശുന്നു. ഭുവനേശ്വരി ഭവാനി. മുൻപ് ഈ ക്ഷേത്രം തിരുവിതാംകൂറിലെ കൊല്ലത്തായിരുന്നു അത്രേ സ്ഥിതി ചെയ്തിരുന്നത്. അവിടെയുണ്ടായിരുന്ന ഈ ക്ഷേത്രം ഇവിടെ എത്തിയതിനു പിന്നിൽ ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നു. പണ്ട് രത്നവ്യാപാരികളും സമ്പന്നരുമായ ഒരു പറ്റം വൈശ്യർ തെക്കൻ കൊല്ലത്ത് താമസിച്ചു പോന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ വൈശ്യരിൽ ഒരാൾ ശ്രീപോർക്കരയിൽ പോയി തപസ് ചെയ്ത് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി. ഭഗവതി അദ്ദേഹത്തോട് ഇപ്രകാരം അരുളി ചെയ്തു: നിന്റെ ഭക്തി വിശ്വാസാദികൾ കൊണ്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ സമീപമിരിക്കുന്ന നാന്തകം വാളെടുത്ത് നിനക്ക് സ്വദേശത്തേക്ക് തിരിച്ചു പോകാം. എന്റെ ഈ ആയുധം വച്ച് പതിവായി എന്നെ പൂജിച്ചുകൊണ്ടിരുന്നാൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം. വിശ്വസിച്ചു കൊള്ളുക. ഭക്തൻ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ ഒരു അഭൗമ തേജസ് മാത്രം കാണുകയും ഉടൻ തന്നെ അത് മറഞ്ഞു പോവുകയും ചെയ്തു. അത് ദേവി തന്റെ അടുക്കൽ എഴുന്നള്ളി അരുളി ചെയ്തതാണെന്ന് അയാൾ ദൃഢമായി വിശ്വസിക്കുകയും തലയ്ക്കൽ നോക്കിയപ്പോൾ ഒരു നാന്തകം വാൾ അവിടെ ഇരിക്കുന്നതായി അദ്ദേഹം കാണുകയും ചെയ്തു. ഭഗവതിയുടെ അനുഗ്രഹം മൂലമാണ് ഈ അരുളപ്പാടുണ്ടായതെന്ന് വിശ്വസിച്ച ഭക്തൻ ഭഗവതി നൽകിയ ആ വാളുമായി തന്റെ സ്വദേശമായ തെക്കൻ കൊല്ലത്തേക്ക് പോയി. കൊല്ലത്തെത്തിയ അദ്ദേഹം അവിടെ ഒരു ഭഗവതി ക്ഷേത്രം പണിയിക്കുകയും അവിടെ ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും പീഠത്തിന്മേൽ നാന്തകം വാൾ വച്ച് പതിവായി പൂജിച്ചു തുടങ്ങുകയും ചെയ്തു. പ്രസ്തുത വൈശ്യൻ ഒരു വിഷഹാരിയായിരുന്നതിനാൽ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രത്തിന് വിഷഹാരിക്കാവ് എന്ന പേര് ലഭിക്കുകയും കാലക്രമേണ വിഷഹാരിക്കാവ് ലോപിച്ച് പിഷാരിക്കാവായി മാറുകയും ചെയ്തു. ഭഗവതിയുടെ അനുഗ്രഹം ലഭിച്ച വൈശ്യ വ്യാപാരികൾ അഭിവൃദ്ധി പ്രാപിച്ച് വൻ ധനികരായി തീരുകയുണ്ടായി. അളവില്ലാത്ത സമ്പത്തിനുടമകളായി തീർന്ന വൈശ്യ വ്യാപാരികൾ തെക്കൻ കൊല്ലത്തെ രാജാവുമായി നികുതിയെ ചൊല്ലി തർക്കങ്ങളുണ്ടായി. വിദേശ വ്യാപാരം മൂലം അതിസമ്പന്നരായി മാറിയ വൈശ്യരോട് രാജാവ് അധിക നികുതി ആവശ്യപ്പെട്ടുവെങ്കിലും അത് നൽകാൻ അവർ തയ്യാറായില്ല. ഇക്കാരണത്താൽ രാജ്യം വിട്ടു പോകണമെന്ന് രാജാവ് വൈശ്യ വ്യാപാരികളോട് കൽപ്പിച്ചു. രാജകൽപ്പന കേട്ട മാത്രയിൽ നാന്തകം പൂജിച്ചുകൊണ്ടിരുന്ന കുടുംബം ഉൾപ്പെടെ 8 കുടുംബക്കാർ തങ്ങളുടെ സകല ജംഗമ സ്വത്തുക്കളും പത്തേമാരികളിലാക്കി സമുദ്രമാർഗം വടക്കോട്ട് പുറപ്പെട്ടു. തങ്ങളുടെ സർവ്വ ഐശ്വര്യത്തിനും കാരണമായ ഭഗവതിയെ നാന്തകത്തിൽ ആവാഹിച്ചെടുക്കുവാനും അവർ മറന്നില്ല. ശേഷമുണ്ടായിരുന്ന കുടുംബക്കാർ തങ്ങളുടെ പൂർവ്വസ്ഥലമായ പാണ്ഡ്യരാജ്യത്തേക്ക് പോയി. വടക്കോട്ടു പോയവർ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് വിരുദ്ധ പ്രകൃതമുള്ള പശുക്കളും പുലികളും ജാതി വിരോധമില്ലാതെ ഒന്നിച്ച് മേഞ്ഞു നടക്കുന്ന അസാധാരണമായ ഒരു കാഴ്ച കാണുവാനിടയായി. ഇതിൽ നിന്നും പ്രസ്തുത പ്രദേശത്തിന്റെ സമാധാന സ്വഭാവം മനസ്സിലാക്കിയ അവർ അവിടെ ഇറങ്ങി. ക്ഷേത്രം, ശ്രീകോവിൽ, നാലമ്പലം, തിടപ്പള്ളി മുതലായവയോടുകൂടിയാണ് നിർമ്മിച്ചത്. അവിടെ കൊടുങ്ങല്ലൂർ,
തിരുമാന്താംകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ പോലെ കിഴക്കോട്ട് ദർശനമായി ശിവനെയും വടക്കോട്ട് ദർശനമായി ഭഗവതിയെയും മതിൽക്കകത്ത് ഉപദേവനായി ശാസ്താവിനെയും അവർ പ്രതിഷ്ഠിച്ചു. പ്രസിദ്ധ മാന്ത്രികനും തന്ത്രിയുമായ കാട്ടുമാടസ നമ്പൂതിരിയായിരുന്നു അന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. എങ്കിലും വൈശ്യന്മാർ തന്നെയായിരുന്നു ആദ്യകാലത്ത് ഇവിടുത്തെ പൂജാരിമാർ. വൈശ്യന്മാർ 8 കുടുംബക്കാരും ക്ഷേത്രത്തിന് സമീപം തന്നെ 8 ഗൃഹങ്ങളിലായി താമസമുറപ്പിച്ചു. കീഴേൽ, പാഴേൽ, ഇളയിടത്ത്, ഈച്ചരാട്ടിൽ, പുനത്തിൽ, നാണോത്ത്, മുണ്ടയ്ക്കൽ, എരോത്ത് എന്നിങ്ങനെയുള്ള ആ 8 കുടുംബക്കാർ പിന്നീട് ക്ഷേത്ര ഊരാളന്മാരായി തീരുകയുണ്ടായി. വൈശ്യന്മാർ ഇവിടെ എത്തിയത് അവർക്കും ഈ ദേശത്തിനും മംഗളമായി പരിണമിച്ചതിനാൽ ഈ ദേശത്തിന് വന്നമംഗലം എന്ന നാമം സിദ്ധിച്ചു. അത് ക്രമേണ മണ്ണമംഗലം എന്നായിത്തീരുകയും ചെയ്തു. പൂർവസ്മരണ നിലനിർത്താനായി ഇവിടെ എത്തിയ വൈശ്യന്മാർ കൊല്ലം പിഷാരിക്കാവ് എന്ന പേര് തന്നെ നൽകി. അവിടുത്തെ തൃപ്പാദം തേടി വന്നെത്തിടും അടിയങ്ങൾ കേകണം. വൈശ്യന്മാർ പത്തേമാരികളിൽ നിന്നും കരക്കിറങ്ങിയതിനു ശേഷം ക്ഷേത്രത്തിനും ഗൃഹത്തിനും യോഗ്യമായ സ്ഥലം നോക്കി നിശ്ചയിക്കാൻ പോയവർ വെയിലത്ത് നടന്നു ക്ഷീണിച്ചപ്പോൾ ഒരു ഐനി മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരിക്കുകയുണ്ടായി. അവർ വിശ്രമിച്ച പ്രസ്തുത വൃക്ഷം ശാഖോപശാഖകൾ കൊണ്ട് പന്തൽ പോലെ ആയിരുന്നതിനാൽ അവർ അതിന് പന്തലായിനി എന്ന പേര് നൽകുകയും കാലാന്തരത്തിൽ ആ ദേശത്തിന് പന്തലായിനി എന്ന പേര് സിദ്ധിക്കുകയും ചെയ്തു. ശ്രീ പാർവതി ആര്യ നാട്ടിൽ നിന്നും വൈശ്യന്മാർ നായന്മാരായി തീർന്നപ്പോൾ ക്ഷേത്രത്തിൽ ശാന്തിക്ക് അവരായാൽ പോരെന്ന് അവർക്ക് തന്നെ തോന്നുകയും അവർ ശാന്തിക്കായി ചാലോറ എന്ന ഇല്ലപ്പേരായ ഒരു നമ്പൂതിരിയെ നിയമിക്കുകയും ചെയ്തു. നമ്പൂതിരി ശാന്തിയായപ്പോൾ ഇവിടെ ചില ഭേദഗതികൾ നടത്തുകയുണ്ടായി. ക്ഷേത്രത്തിൽ ഉഷ ഉൾപ്പെടെ 5 പൂജ പതിവുള്ളതിനാൽ ഭഗവതിക്കു മാത്രം ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യം മദ്യവും മാംസവുമായിരുന്നു പതിവ്. എന്നാൽ നമ്പൂതിരി ശാന്തിസ്ഥാനം ഏറ്റെടുത്തതോടുകൂടി അത് വേണ്ടെന്ന് വയ്ക്കുകയുണ്ടായി. മദ്യമാംസാദികൾ നിവേദ്യമല്ലാതായി തീരുകയും പൂജ നമ്പൂതിരിയാകുകയും ചെയ്തതോടുകൂടി ഭഗവതിയുടെ ശക്തിയും ചൈതന്യവും വളരെയധികം വർദ്ധിക്കുകയും മുൻപേ തന്നെ ഉഗ്രമൂർത്തിയായിരുന്ന ഭഗവതി നമ്പൂതിരിയുടെ പൂജ നിമിത്തം അത്യുഗ്രയായി തീരുകയും ചെയ്തു. നീ മലനാട്ടിലേക്കു വന്ന മഹിമയല്ലോ. അക്കാലത്ത് ദർശനത്തിനായി എത്തുന്നവർക്ക് പകൽ സമയത്ത് പോലും ഭഗവതിയുടെ നടയിൽ ചെല്ലുവാൻ വല്ലാത്തൊരു ഭയം നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഉഗ്രത സ്വൽപ്പം കുറയ്ക്കണമെന്ന് നിശ്ചയിച്ച ഊരാളന്മാർ നമ്പൂതിരിയുടെ ശാന്തി വേണ്ടെന്ന് വയ്ക്കുകയും ശാക്തേയന്മാരായ വട്ടോളി മൂസതുമാരെ കൊണ്ട് ശാന്തി തുടങ്ങുകയും ചെയ്തു. മൂസതുമാർ ശാന്തി ഏറ്റെടുത്തതോടുകൂടി മദ്യമാംസങ്ങളും നിവേദിച്ചു തുടങ്ങുകയും ക്രമേണ ദേവിയുടെ ഉഗ്രതയ്ക്ക് സ്വൽപ്പം ശമനം സംഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ ശാന്തി നടത്തിവരുന്നത് വട്ടോളി മൂസതിന്മാർ തന്നെയാണ്. എങ്കിലും ആണ്ടുതോറും മീനത്തിൽ തന്ത്രിയെ ഇവിടെ വരുത്തി ഒരു ശുദ്ധികലശവും ബ്രാഹ്മണരെ കൊണ്ട് 3 ദിവസത്തെ പൂജയും ഇപ്പോഴും നടത്തിവരുന്നു. കടൽ കടന്നെത്തി നീ ചെറുകുന്നില കരളിൽ കരുതുന്ന കടലോളം കരുണ. പിഷാരിക്കാവിൽ ഭഗവതിയുടെ അത്ഭുത ശക്തിയും പിഷാരിക്കാവ് ക്ഷേത്രത്തിന്റെ മഹത്വവും വെളിവാക്കുന്ന ധാരാളം കഥകൾ ഭക്തർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. മുൻപ് മൈസൂർ കടുവ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന ടിപ്പു സുൽത്താൻ മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിച്ചുവെങ്കിലും പിഷാരിക്കാവ് ഭഗവതിയിൽ അദ്ദേഹത്തിന് ഉറച്ച ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു. അതിനാൽ ചില കാലങ്ങളിൽ ദേവീ ദർശനാർത്ഥം അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഒരിക്കൽ അദ്ദേഹം ദർശനത്തിനായി ഇവിടെ എത്തിയപ്പോൾ പ്രസാദം നൽകാനായി ശാന്തിക്കാരൻ സുൽത്താന്റെ അടുക്കലെത്തി. എന്നാൽ തനിക്ക് പൂജാരിയല്ല, മറിച്ച് ദേവിയാണ് പ്രസാദം നൽകേണ്ടതെന്ന് പറഞ്ഞ് സുൽത്താൻ തർക്കിച്ചു നിന്നു. ഈ സമയം ഭഗവതി തന്നെ പ്രസാദവുമായി പ്രത്യക്ഷപ്പെട്ട് സുൽത്താന് നൽകുകയുണ്ടായത്രേ. പ്രസാദം വാങ്ങിയതോടുകൂടി സുൽത്താൻ ബോധം കെട്ട് വീഴുകയും ദേവി അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഏറെ നേരം കഴിഞ്ഞ് സുൽത്താന് ബോധം വീഴുകയും താൻ വിചാരിക്കുകയും പറയുകയും ചെയ്തത് അവിവേകമായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിഷാരിക്കാവിൽ അമ്മയിലുള്ള ഭക്തിവിശ്വാസങ്ങൾ പൂർവാധികം വർദ്ധിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. കവിഞ്ഞൊഴുകുന്ന കണ്ണീരു കൊണ്ടു ഞാൻ കുലദൈവമേ നൽകാം
അർഘ്യപാദ്യം അമ്മേ അർഘ്യപാദ്യം കരകവിഞ്ഞൊഴുകും. മുൻപ് കാലത്ത് ഈ പ്രദേശത്ത് കളവോ കുറ്റമോ ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്തി ദേവിയെ സാക്ഷി നിർത്തി സത്യം ചെയ്ത് യാഥാർത്ഥ്യം തെളിയിക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. സപ്തമാതൃക്കളോടൊപ്പമാണ് പിഷാരിക്കാവിൽ മുഖ്യപ്രതിഷ്ഠയായ ഭദ്രകാളി കുടികൊള്ളുന്നത്. ഭദ്രകാളിയുടെ ദർശനം വടക്കോട്ടാണെങ്കിലും വടക്കേ നടയിലൂടെ ആർക്കും തന്നെ പ്രവേശനമില്ല. ഭഗവതിയുടെ ശ്രീകോവിലിന് മുൻവശത്താണ് ശിവന്റെ ശ്രീകോവിൽ എന്നതിനാൽ പുറത്തുനിന്നും നോക്കിയാൽ ഭദ്രകാളിയെ കാണുക അസാധ്യമത്രേ. സ്ത്രീകളായ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലൂടെ മാത്രമേ അകത്തേക്ക് കടക്കാവൂ എന്നാണ് ഇവിടുത്തെ ചിട്ട. നീ തുണച്ചാലുമേ തുണയാകുമേ അമ്മേ തുണയാ. മുഖ്യദേവന്മാർക്ക് പുറമെ അയ്യപ്പൻ, ഗണപതി എന്നിവർ ഉപദേവന്മാരായും പിഷാരിക്കാവിൽ കുടികൊള്ളുന്നു. വലിയ വട്ടളം ഗുരുതിയാണ് പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. കാരിക്കരയമ്മേ ശ്രീ പാർവതി ഹിമവൽ പുത്രി നീ മഹിയെ അനുഗ്രഹിക്കാൻ. പിഷാരിക്കാവിലെ വെളിച്ചപ്പാടുകളെ ഭക്തജനങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെയാണ് വീക്ഷിക്കുന്നത്. അവകാശ വരവുകളിൽ വാളുകളുമായി ഉറഞ്ഞു തുള്ളി അലറിയോടുന്ന വെളിച്ചപ്പാടുകൾ ഭദ്രകാളിയുടെ സന്നിധിയിലേക്ക് കൂക്കി വിളിച്ചുകൊണ്ട് കുതിക്കുമ്പോഴും ദേവിയെ എഴുന്നള്ളിക്കുന്ന സമയം ദേവിയുടെ ശക്തി ആവാഹിച്ച് ഉറഞ്ഞു തുള്ളുമ്പോഴും ഭക്തിയും വിശ്വാസവും അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചേരുന്ന അപൂർവ കാഴ്ചയാണ് പിഷാരിക്കാവിലേത്. കടൽ കടന്നെത്തിയോരാരിക്കരയമ്മേ ആരിക്കരയമ്മേ ആരിക്കരയമ്മേ ശ്രീ പാർവതി ശ്രീ പാർവതി ദേവി ശ്രീ പാർവതി ശ്രീ പാർവതി ദേവി ശ്രീ പാർവതി ശ്രീ പാർവതി ദേവി ശ്രീ പാർവതി.